ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചില ദിവസങ്ങൾ രാവിലെകളിൽ നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ അങ്ങ് ഉറപ്പിക്കും ചില ദിവസങ്ങളിൽ, ഇന്നത്തെ ദിവസം ഭയങ്കര മോശം ദിവസമായിരിക്കും, പ്രോബബ്ലി ഒരു രസമില്ല, രാവിലെ തന്നെ ഒരു രസമില്ല എന്നൊക്കെ ഒരിക്കലെങ്കിലും ലൈഫിൽ ഫീൽ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് മിക്കപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരണോ, തലവേദന എടുക്കണോ, പിന്നെ ആകെപ്പാടൊരു നെഗറ്റീവ് ഫീല്. ഞാൻ രാവിലെ എൻ്റെ ദിവസം തുടങ്ങുന്നത് പോലെയല്ല ഇന്ന് തുടങ്ങിയിരിക്കുന്നത്, ഒരു ജാതി പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മളങ്ങനെ നെഗറ്റീവ് സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഒരു 3-4 കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി ഓക്കെ ആയിട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ അന്ന് രാവിലെ തന്നെ ഈ കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും നെഗറ്റിവിറ്റിയിലേക്ക് പോവില്ല. നമ്മൾ കുറച്ച് ഓക്കെ ആയിട്ടൊക്കെ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു 3-4 കാര്യം പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ പ്രോബബ്ലി വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഒരു 10-12 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഭയങ്കര തിരക്കുള്ള ഒരാളാണെങ്കിൽ കാണണമെന്നില്ല, നിങ്ങളുടെ വർക്ക് നടക്കട്ടെ, നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളിത് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മൾ രാവിലെ തന്നെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? രാവിലെ തന്നെ എന്നല്ല, എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളൊരു നെഗറ്റീവ് സൈഡിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെന്ന് പറയുന്നത് ഒരു യുണീക്ക് പീസാണ്. മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ. ഓരോ ഇൻഡിവിജ്വൽസിനും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. നമ്മുടേതായൊരു സ്റ്റൈലുണ്ട്, നമ്മുടേതായൊരു ഹീലിംഗ് പ്രോസസ്സുണ്ട്, നമ്മുടേതായൊരു ടോക്കിംഗ് സ്റ്റൈലുണ്ട്, നമ്മുടേതായിട്ടുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ നമ്മൾ യുണീക്കാണ്, നമ്മളൊരു സ്പെഷ്യലാണ് എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും വേണ്ടതാണ് കേട്ടോ. എൻ്റെ രീതികൾ വേറെയാണ്, നിൻ്റെ രീതികൾ വേറെയാണ്, അല്ലെങ്കിൽ എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ വീട്ടിൽ ഒരു വീട്ടിലെ തന്നെ വ്യക്തികളുടെ തന്നെ പല സ്വഭാവമായിരിക്കും അല്ലേ. സോ നമ്മൾ യുണീക്കാണ്, നമ്മൾ സ്പെഷ്യലാണ്, നമ്മളെ ഇഷ്ടമുള്ള ആളുകളുണ്ട്. നമ്മുടെ ടോക്കിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന രീതി, നമ്മൾ ചില കാര്യങ്ങൾ സോർട്ട് ചെയ്യുന്ന രീതി, ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കും ഈ ലോകത്ത്. സോ അതൊരു പോസിറ്റീവ് തോട്ടല്ലേ, നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ. രാവിലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു ചിന്തയോട് കൂടി ഇറങ്ങിക്കഴിയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മളുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും ആളുകളെ കിട്ടുക എന്ന് പറയുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. സോ ഇത് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. നമ്മൾ യുണീക്കാണ്, നമ്മൾ സ്പെഷ്യലാണ്. അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ ഒരു കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ഇരുന്ന റീസൺസാണ്. നമുക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് എണ്ണി ഇരുന്നിരുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ഒറ്റ മീനിങ്ങേ ഉള്ളൂ, നമ്മളുടെ ജീവിതം എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളത്. എല്ലാ കാലത്തും എന്നല്ല, എല്ലാ ദിവസവും പോലും ഒരുപോലെ ആയിരിക്കില്ല. ഇന്നലെ നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ടും സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ടും ഒക്കെ ഇരുന്ന ഒരാളായിരിക്കില്ല ഇന്നത്തെ ദിവസത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ. ഒന്നെങ്കിൽ നമ്മുടെ ആ ഒരു സങ്കടത്തിൻ്റെ ഒരു ഡെപ്ത്ത് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഇന്നലെ തന്നെ സോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് പുതിയൊരു ദിവസമായിരിക്കും. അതെപ്പോഴും നമ്മൾ ആലോചിക്കണം, ഇതും കടന്നു പോകും എന്നുള്ളത് എപ്പോഴും ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും വെറൈറ്റിയാണ്, ഓരോ ദിവസവും ഡിഫറെൻ്റാണ്, ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഒരു കാലത്ത് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനകളായിരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ പറയാനുള്ള വേറൊരു കാര്യമാണ്, നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ, നമ്മുടെ ചെറിയ അച്ചീവ്മെൻറ്റ്സിൽ, ഈവൻ നമ്മൾ ഒന്നും ചെയ്ത് സക്സസ് ആയില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ട്രൈ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൊക്കെ ഭയങ്കര അഭിമാനം കൊള്ളുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ ചെറിയ വിക്ടറീസ് വരെ സ്റ്റേറ്റസ് ഇടുന്ന, നമ്മൾ സക്സസ് ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ നമ്മളെപ്പോലെ, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെയൊക്കെ ഒരു പടി കൂടുതൽ ആഘോഷിക്കുന്ന സന്തോഷിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. അതായത് എപ്പോഴും നമ്മൾ വിഷമിച്ചിരിക്കാൻ അവരാഗ്രഹിക്കില്ല. വിഷമങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നമ്മുടെ സന്തോഷങ്ങൾ നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളത് നമ്മുടെ ഒരു വലിയ ബ്ലെസ്സിങ്സാണ് അല്ലേ, വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പം ഇത്രയും ആളുകൾ നമ്മുടെ ചുറ്റും ഇരിക്കുമ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മളെ സ്നേഹിക്കാൻ ആളുകളുണ്ട്, നമ്മുടെ ചുറ്റും ഒരുപാട് നല്ല ആളുകളുണ്ട്, നമുക്ക് ചില കാര്യങ്ങൾ നല്ലത് സംഭവിക്കാനുണ്ട്, ഇന്നത്തെ ദിവസം ഒരു ബെറ്റർ സ്റ്റാർട്ടാണ് വേണം എന്നൊക്കെ ചിന്തിക്കുന്നത് രാവിലെ തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഒരുപാടൊരു സന്തോഷം, അല്ലെങ്കിൽ ഒരു ചെറിയ ഹോപ്പൊക്കെ തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ്, നമ്മൾ
എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എന്നില്ല. ഇന്നത്തെ ദിവസം പെർഫെക്റ്റ് ആവണം എന്നില്ല. ചില വീഴ്ചകൾ നമുക്കുണ്ടാകാം, ചില സങ്കടങ്ങൾ നമുക്കുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ സക്സസ് ആവണം എന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. അപ്പോൾ ഈ ദിവസം വിചാരിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കണം എന്നൊന്നുമില്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ അങ്ങനെയല്ല. ചില കാര്യങ്ങളൊക്കെ ചില ദിവസം ഡൗൺ ആയിട്ട് പോയേക്കാം. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ദിവസം ആയിരിക്കണം എന്നില്ല. ചെറിയ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇതും ഓവർകം ചെയ്ത് പോകും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ദിവസമായിരിക്കില്ല നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന റീസൺസൊക്കെ നമ്മൾ കടന്നിങ്ങ് എത്തിയില്ലേ, ഇവിടം വരെ എത്തിയില്ലേ. അപ്പോൾ ഒരു ദിവസം ഈ പറയുന്ന പോലെ ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു സാധനം നോർമലൈസ് ചെയ്യാൻ നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഇറ്റ്സ് ഓക്കെ, ടേക്ക് റെസ്റ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിലും വിഷമിക്കുന്നതിലും കരയുന്നതിലും അല്ലെങ്കിൽ ചില സമയത്ത് നെഗറ്റീവ് അടിച്ചിരിക്കുന്നതിലും ചില സ്ഥലത്ത് ഡിമോട്ടിവേറ്റഡ് ആവുന്നതിലും ചില സമയത്ത് നമ്മളങ്ങ് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ടു പോകുന്നതൊക്കെ നോർമലാണ്. അതും നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ദിവസങ്ങളുടെയും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒക്കെ ഭാഗമാണ് എന്നുള്ളൊരു ചിന്ത ഈ പറയുന്ന പോലെ നമ്മളെ വല്ലാണ്ട് ഒരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ള കാര്യം നോർമലൈസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യും. ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കും അല്ലെങ്കിൽ വിചാരിച്ച് സക്സസ് ആയില്ല എന്നൊക്കെ പറയുമ്പോൾ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, ഇതും കൂടെ ചേർന്നതാണ് നമ്മുടെ ജീവിതം. എപ്പോഴും സന്തോഷിച്ചിരിക്കണമെന്നും എപ്പോഴും ചിരിച്ചിരിക്കണമെന്നും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളുമായിട്ടും എപ്പോഴും നല്ല മൊമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നതൊന്നും അതൊക്കെ നമ്മുടെ വാശികൾ മാത്രമായിരിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നല്ലതുകളും പൊട്ടയും കയറ്റവും ഇറക്കവും സന്തോഷവും സങ്കടവും കരച്ചിലും ചിരിയും ഒക്കെ ചേർന്നതാണ്. അപ്പോൾ ഇതൊക്കെ രാവിലെ തന്നെ ഒന്ന് ആലോചിച്ച് സെറ്റ് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ ചില ദിവസങ്ങളിൽ നമുക്ക് ഈ ഡിമോട്ടിവേറ്റഡ് ആയിട്ട് ഇറങ്ങുന്ന ദിവസങ്ങൾ നമുക്ക് ഓക്കെ ആയിരിക്കും. മൊത്തത്തിൽ നമ്മൾ ഓവറോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആകെ തുകയാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വരാനുള്ളത് വഴിയെ തങ്ങില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നല്ല കേട്ടോ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, അങ്ങനെയൊക്കെ. പിന്നെ ഇതും കടന്നു പോകും എന്നുള്ള കാര്യങ്ങൾ. ഈ ദിവസം കടന്ന് നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അടുത്തൊരു ദിവസമായി, അടുത്തൊരു പുലരിയായി, അടുത്ത പുതിയ ബന്ധങ്ങളിലേക്കും പുതിയ കാര്യങ്ങളിലേക്കും നമ്മൾ ഇറങ്ങായി. അങ്ങനെയൊക്കെ എല്ലാ ദിവസവും സന്തോഷിക്കണം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും സന്തോഷിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നെഗറ്റീവായിട്ടുള്ള ദിവസങ്ങളും മോശം ദിവസങ്ങളൊക്കെ ചേർന്നതാണ് നമ്മുടെ ജീവിതം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ലവ് നോട്ടാണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ചിലപ്പോൾ മറന്നു പോകാം, ലൈഫ് ലോങ് ഇതൊന്നും മനസ്സിൽ വെക്കണമെന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരാഴ്ചയെങ്കിലും നമുക്കൊന്ന് ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റും എന്നെനിക്കൊരു ചെറിയ വിശ്വാസം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഇതുവരെ കണ്ടുവന്ന എല്ലാവരോടും വലിയ നന്ദിയുണ്ട്. ബൈ.